വിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ മുൻപില്, തള്ളി പറയുന്നവരുടെ മുൻപില് സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും മാറണം. യേശുക്രിസ്തുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, അധികാരമുണ്ട്. അവന്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടുകളും മടക്കപ്പെടും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിൽ വിജയം നേടാൻ ധീരതയേകണമേ. നമുക്കൊരു ഈശോയോട് പറയാം, ദൈവമേ ഞാനൊരു പാപിയാണ്, എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ പരിശുദ്ധിക്കെതിരായി എൻ്റെ വാക്കുകളാൽ, എൻ്റെ പ്രവൃത്തികളാൽ, എൻ്റെ ആഗ്രഹത്താൽ, എൻ്റെ ചിന്തകളാൽ, എൻ്റെ ഉപേക്ഷയാൽ വളരെയേറെ പാപം ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. എൻ്റെ കണ്ണുകളെ ഞാൻ എത്രയോ തിന്മയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. എൻ്റെ ചിന്തകളെ ദുഷിക്കുവാൻ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. ലോകത്തിൻ്റെ ചിന്തകളും ജഡികമായ ചിന്തകളും വെറുപ്പിൻ്റെ ചിന്തകൾ, ആരെയും സ്നേഹിക്കാനും അംഗീകരിക്കുവാനും സാധിക്കാതെ ദൈവമേ ഞാൻ എന്നെ തന്നെ പാപത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈശോയെ,
എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഞാൻ അശുദ്ധമാക്കിയിട്ടുണ്ട്. 1 കൊറിന്തോസ് 6:19 തിരുവചനം, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരുന്നിട്ടും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് കുടികൊണ്ടിട്ടും അവിടുത്തെ യാതൊരു സ്ഥാനവും കൊടുക്കാതെ, അവിടുത്തെ സാന്നിധ്യം അംഗീകരിക്കാതെ, അവിടുത്തെ സ്വരത്തിന് ചെവി കൊടുക്കാതെ, അവിടുത്തെ നൽകിയ പ്രചോദനങ്ങളെ തിരിച്ചറിയാതെ ഈ ലോകത്തിൻ്റെ സ്വരം കേട്ട്, ലോകത്തെ സ്നേഹിച്ച്, ലോകത്തിലെ വസ്തുക്കളെ സ്നേഹിച്ച്, ലോകത്തിലെ വ്യക്തികളെ സ്നേഹിച്ച്, ഈ ലോകത്തിലെ മാധ്യമങ്ങളിൽ, ടി വിയിലും സിനിമകളിലും ഇൻ്റർനെറ്റിലും കുടുങ്ങി എത്രയോ മണിക്കൂറുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. വ്യർത്ഥമായ വാക്കുകളിലൂടെ എത്രയോ പ്രാവശ്യം എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതാ ഇന്ന് കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമകനായി, ദൈവമകളായി വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങനെക്ക് വീണ്ടും നൽകണമേ. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അസ്ഥികളിലും മജ്ജയിലും നിങ്ങൾ അറിയാതെ ദൈവത്തിൻ്റെ വചനം തുളഞ്ഞ് കയറി ചെല്ലുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നാഡീ ഞരമ്പുകളിലും മാംസപേശികളിലും രക്തത്തുള്ളികളിലും ഹൃദയപേശികളിലും ശ്വാസകോശങ്ങളിലും ആമാശയത്തിലും ഗർഭാശയത്തിലും കിഡ്നികളിലും ലിവറിലും ശരീരത്തിൻ്റെ സകല ആന്തരിക അവയവങ്ങളും കടന്നു ചെല്ലുവാൻ, തുളഞ്ഞു കയറുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. Because it is spirit and life. അത് ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മരുന്നിനേക്കാളും ഏറ്റവും ശക്തിയുള്ള ആയുധമാണ് വചനം. ഒരു രോഗം വരുമ്പോഴേ നമ്മൾ ഗുളിക അന്വേഷിച്ച് ഓടുകയാണ്. നാം അന്വേഷിച്ചുകൊണ്ട് ഗുളികയ്ക്ക് വേണ്ടിയല്ല പോകേണ്ടത്. മുറിക്ക് മാറിയിരുന്ന് ഒരു നിമിഷം തന്നെ സ്തുതിക്കണം. ജീവിക്കുന്ന യേശു അവിടുന്ന് വിളിച്ചാൽ ഓടി വരുന്നവനാണ് ഇവിടുന്ന്. ഇതാ കർത്താവ് നിന്റെ മേലും പരിശുദ്ധാത്മാവിനെ വെച്ചിട്ടുണ്ട്. കർത്താവ് നിന്റെ മേൽ അധികാരം വെച്ചിട്ടുണ്ട്. നിന്റെ മേലെ ദൈവം വചനം അയച്ചിട്ടുണ്ട്. നീ വിശ്വാസം കൊണ്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എന്നെ പീഡിപ്പിക്കുന്ന തലവേദന എന്നെ വിട്ടുപോകട്ടെ. യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ഇതാ ഞാൻ എന്റെ മേൽ കൈവയ്ക്കുകയാണ്, എന്റെ തലവേദന എന്നെ വിട്ടുപോയ യേശുവിന്റെ നാമത്തിൽ. കർത്താവിന് അധികാരത്തെ കൽപ്പിക്കുന്നു. കൈവെക്കുന്ന അധികാരത്തിന്റെ ശക്തി പകരുന്നതിന്റെ അടയാളമാണ് അത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, വിശ്വാസമുണ്ടെങ്കിൽ ആ രോഗം വിട്ടുപോയിരിക്കും. നമ്മൾ ആശ്രയിക്കേണ്ട ദൈവത്തെയാണ്, നമ്മൾ ആശ്രയിക്കേണ്ട ദൈവത്തിൻ്റെ വചനത്തിലാണ്. കാരണം നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ മാത്രം മതി. നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, വളർച്ചയുണ്ടാകും. 1999 കാലഘട്ടങ്ങളിലൊക്കെ സുവിശേഷ പ്രഘോഷം എൻ്റെ ജീവിതം തടസ്സപ്പെട്ട കാലഘട്ടത്തിൽ എനിക്ക് പ്രസംഗിക്കാനുള്ള വേദികളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മൂന്നാർ അപ്പുറത്തുള്ള സൂര്യനെല്ലിയിലുള്ള കൃഷിഭൂമിയിൽ പോകും. അവിടെ പോയി ഏതെങ്കിലും വലിയ പാറയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ഞാൻ ഉറക്കെ പാട്ടുപാടി ആരാധിക്കും. അനേക മാസങ്ങൾ സുശീല വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു വലിയ എന്താണ് പറയുക, ഒരു ഞെരുക്കം. എനിക്ക് പ്രസംഗിച്ചേ പറ്റൂ, പ്രാർത്ഥിച്ചേ പറ്റൂ, കർത്താവിലേക്ക് അയച്ചിട്ട് അഭിഷേകത്തെ കൊടുത്തേ പറ്റൂ. ഞാൻ ആ പാറമേൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രസംഗിക്കും, പ്രാർത്ഥിക്കും. എൻ്റെ മുമ്പിലുള്ള വൃക്ഷങ്ങളും ചെടികളുമെല്ലാം മനുഷ്യരും ആത്മാക്കളുമായിട്ട് കാണും മുമ്പിൽ. ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കുമായിരുന്നു പല പ്രാവശ്യം. പക്ഷെ ഞാൻ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു, വളം പോലും ഇടാതെ അവിടെ നിൽക്കുന്ന ചെടികൾക്കെല്ലാം ഒരു പുതിയ ഉണർവ്, പുതുജീവൻ, പുതിയ ശക്തി. ഉണങ്ങിക്കരിയാൻ തുടങ്ങിയിരിക്കുന്ന ഫലം നൽകുന്ന ആ ചെടിയുടെ ഏലച്ചെടികളാണ്. അതിൻ്റെ ചുവട്ടിലുള്ള ഫലം നൽകുന്ന ശാഖകളൊക്കെ വാടി കരിഞ്ഞു പോയിരുന്നൊക്കെ ഞാൻ നോക്കിയപ്പോഴുണ്ട്. ഇതൊക്കെ വീണ്ടും കിളിർത്ത് പച്ച പോലെ കിളിർത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് അത്ഭുതമായി പോയി. ദൈവമേ, ഒരു വളം കൊടുക്കുന്നതിനേക്കാളും വെള്ളം നനയ്ക്കുന്നതിനേക്കാളും ഒരു വലിയ അനുഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതു മേഖലകളിലും നമ്മളെ വിടുവിക്കുവാനും വിശുദ്ധീകരിക്കാനും ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നാം അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളെ സുഖപ്പെടുത്തുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. നാം വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ കയ്യിൽ ഉയർത്തിപ്പിടിക്കാം സ്വർഗത്തിലേക്ക്. കർത്താവിനെ സുഖപ്പെടുത്തുമോ എന്നുള്ള സംശയം, ആ ഒരു ചിന്ത പോലും പാടില്ല. യേശുവിനെ സുഖപ്പെടുത്തുന്നവനാണ്.
എന്നെ സൗഖ്യപ്പെടുത്താൻ അവിടുന്ന് മതിയായവനാണ്, ശക്തനാണ് അവിടുന്ന്. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം അയച്ച് എന്നെ സൗഖ്യപ്പെടുത്തണമേ. ഞാൻ ആയിരിക്കുന്ന വിനാശത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എൻ്റെ കർത്താവേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, മഹത്വം, 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 മഹത്വം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നടുവിനൊരു വേദനയുണ്ടായി. നടുവേദന ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഡോക്ടറെ കാണാൻ. ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. കുറേയേറെ മരുന്ന് ഡോക്ടർ എനിക്ക് തന്നു. ഞാൻ 2 ദിവസം മരുന്ന് കഴിച്ചു. അപ്പോഴേക്കും എൻ്റെ ശരീരം തളരാൻ തുടങ്ങി. ഭയങ്കര ക്ഷീണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല കർത്താവേ, ഈ മരുന്ന് കഴിച്ചാൽ എനിക്കൊരു സുഖം കിട്ടാൻ പോകുന്നില്ല, മാത്രം ക്ഷീണിച്ചു പോവുകയാണ്. നീ എന്നെ സുഖപ്പെടുത്തിയാൽ മതി. ഞാൻ വചനം എടുക്കുമ്പോൾ എനിക്കൊരു വചനം കിട്ടി. യോഹന്നാൻ 10:10 വചനം. ഈശോ പറഞ്ഞ വചനമാണ്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. യേശു വന്നിരിക്കുന്നത് ആർക്കെല്ലാം ജീവൻ നഷ്ടപ്പെട്ടു പോയോ അത് അവർക്കെന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ അവരെന്ന് പറയുന്നത്? ആദ്യം പറഞ്ഞു, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനാണ്, കൊല്ലുവാൻ നശിപ്പിക്കുവാനുമാണ്. കള്ളൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ കള്ളനെ കുറിച്ചല്ല, പിശാചെന്ന കള്ളൻ. ആ കള്ളൻ വന്ന് ചതിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ അവൻ മോഷ്ടിക്കുന്നു. പാപത്തിലൂടെ അവരെ കൊല്ലുന്നു, നശിപ്പിക്കുന്നു, രോഗികളാക്കുന്നു, കുടുംബങ്ങളെ തകർക്കുന്നു, സാമ്പത്തികമായിട്ട് തകർക്കുന്നു, എല്ലാം നശിപ്പിക്കുന്നു. യേശു പറയാണ്, ആരെല്ലാം ഇങ്ങനെ കള്ളനാൽ തകർക്കപ്പെട്ടു പോയോ, നശിപ്പിക്കപ്പെട്ടു പോയോ അവർക്കെല്ലാം ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിനാണ് നമുക്ക് ജീവൻ നൽകാൻ സാധിക്കുക. അന്ന് ഞാൻ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, കർത്താവേ, എനിക്ക് അവിടുത്തെ ജീവൻ വേണം. ഞാൻ ഉടൻ തന്നെ അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പുറത്ത് നട്ടലിലേക്ക് എന്നെ കൈവച്ച് ഞാൻ പറഞ്ഞു, യേശു വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്, സമൃദ്ധമായ ജീവൻ നൽകാൻ. അവിടെ ജീവൻ ഉണ്ടാകട്ടെ, എൻ്റെ നട്ടൽ വേദന വിട്ടുപോകട്ടെ. ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, കൈയിട്ട് നോക്കി, വേദന ഒട്ടും മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കർത്താവ് വന്നിരിക്കുന്നത് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവേ, അങ്ങയുടെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങ് വന്നത് എനിക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. ഞാൻ കൈയെടുത്ത് പരിശോധിച്ച് നോക്കി, ഇല്ല, വേദന പോയിട്ടില്ല. വേദനയുണ്ടോ അവിടെ? അന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ല, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് വന്നത് എന്നെ സുഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, എനിക്ക് ജീവൻ നൽകാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു, യേശു വന്നു ജീവൻ നൽകാൻ വേണ്ടി, സമൃദ്ധമായ ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ജീവൻ ഉണ്ടാകട്ടെ. ഞാനത് പറഞ്ഞ നിമിഷം എൻ്റെ നട്ടിൽ സൗഖ്യപ്പെട്ടു. ഇത് സംഭവിച്ചപ്പോൾ ഒരു 10-20 വർഷമായി. ഒരു 20 വർഷത്തിന് മോളായി പരിപാടി സംഭവിച്ചിട്ട് ഒരു മരുന്നുമില്ലാതെ കർത്താവിൻ്റെ വചനമെന്ന മരുന്നിനാൽ അന്ന് കർത്താവിനെ സുഖപ്പെടുത്തിയതാണ്. പിന്നെ ഒരിക്കൽ പോലും ഈ വേദനയ്ക്ക് വന്നിട്ടുമില്ല. ഹല്ലേലൂയ. കാരണം ഗുളിക നൽകുന്ന സൗഖ്യം നൈമിഷികമാണ്, മരുന്നിന്റെ സൗഖ്യം നൈമിഷികമാണ്. 1 മാസം, 2 മാസം, 3 മാസം, അത് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരാം. എന്നാൽ യേശു പറയുന്നു, ഞാൻ നൽകുന്ന സൗഖ്യം, ഞാൻ നൽകുന്ന ജീവൻ അത് സമൃദ്ധമായിട്ടുള്ളതാണ്. ആ ദൈവത്തിന്റെ ജീവനാണ് പരിശുദ്ധാത്മാവിലൂടെ വരുന്നത്. അത് താൽക്കാലികമല്ല. അത് ഓരോ ദിവസവും നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ശക്തരായി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തിയില്ലേ, നട്ടല് വേദന മാറി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് മേരി ജോസഫ് ഫ്രം ചേർത്തല. ഞാൻ വാഗമണ്ണിലെ സ്പിരിറ്റ് ആൻഡ് ജീസസിൻ്റെ വാഗമണ്ണിൽ ധ്യാനം കൂടിയായിരുന്നു, ആത്മാവിൽ ജനധ്യാനം. ആ ധ്യാനത്തിൽ എനിക്ക് വലിയ വിടുതൽ തന്നു കർത്താവ്. എനിക്ക് 1 വർഷമായി ഞാൻ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് ബെൽറ്റ് ഇട്ടിരിക്കുമായിരുന്നു. അതായത് ഡിസ്കിന് വാരിയിൽ വളഞ്ഞിട്ട് ഡിസ്ക് ഇങ്ങനെ അകന്നിരിക്കുകയായിരുന്നു. ബെൽറ്റ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബെൽറ്റ് ഇടണം, ബെൽറ്റ് ഇട്ടിട്ട് യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല, നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നഴ്സറി പഠിപ്പിക്കാൻ പോണ കാരണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. ഒത്തിരി ടാബ്ലറ്റ്സ് കഴിച്ചു. ഞാൻ എക്സ്ട്രാ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അന്നേരം പിന്നെ 2-3 പ്രാവശ്യം റിയാക്ഷൻ അടിച്ചു, ആഹാരമൊന്നും കഴിക്കാൻ മേലാത്ത നിലയിലായിരുന്നു. അതിനുശേഷം ധ്യാനം കൂടിയതിന് ശേഷം
7 ദിവസത്തെ ധ്യാനമായിരുന്നു. 6 ദിവസം എനിക്ക് ചെന്നപ്പോഴേ ഒരു വിഷമമായിരുന്നു, ദൈവമേ വരണ്ടായിരുന്നു ഒക്കെ ഒരു വിഷമമായിരുന്നു. അന്നേരം 7ാമത്തെ ദിവസം എനിക്ക് അപ്പോൾ എല്ലാവരും ബ്രദർ വലിയ അനുഗ്രഹങ്ങൾ തന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി അറിവുകൾ കിട്ടി. ആത്മാവിൻ്റെ നമ്മുടെ പൂർവികരെ കുറിച്ചുള്ള എങ്ങനെയാണ് നമുക്ക് വിടുതൽ കിട്ടാത്തത്, ജീവിതത്തിൽ പരാജയം സംഭവിക്കണത് എങ്ങനെയാണ്, നമ്മുടെ ജീവിതം തകർന്നു പോകണത് എങ്ങനെയാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ബ്രദർ പറഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു. അതിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയുണ്ട്. അതുകൂടാതെ എനിക്ക് 7ാമത്തെ ദിവസം പിന്നെ എല്ലാവരും പറഞ്ഞു, ബ്രദർ പറഞ്ഞു മാതാവിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഉച്ചവരെ. അപ്പോൾ പറഞ്ഞ് കൂടുതൽ രോഗസൗഖ്യം കിട്ടാത്തവർ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പേടി. വെള്ളിയാഴ്ച ബ്രദർ തലയൊക്കെ വെച്ചപ്പോൾ ഞാൻ ഉരുണ്ട് വീണിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. 3-4 പേര് ചേർന്ന് എന്നെ എഴുന്നേൽപ്പിച്ചത്. അപ്പം ഞാൻ പോകുന്നില്ല, കുഴപ്പമില്ല, എനിക്ക് കുറവുണ്ടെന്ന് തോന്നി. അപ്പം അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞു വേണ്ട, ചെല്ല്, പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അതിനു മുന്നേ എനിക്ക് ഇരിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഏറ്റവും പുറകിൽ ഒരു 2 കസേരയിട്ട് കാല് നീട്ടി വെച്ച് നേരെ ഇരിക്കാൻ വയ്യാഞ്ഞിട്ട് പുറകിൽ ഫില്ലോ വെച്ചിട്ട് കാല് നീട്ടിയായിരുന്നത്. കാരണം അത്രയ്ക്കും എനിക്ക് ഒരു 4 മണിക്കൂർ കൂടുതൽ ഇരിക്കാൻ മേല, അതിൽ കിടക്കണം ഇങ്ങനെ ഒത്തിരി. അന്നേരം എനിക്ക് അന്നേരം രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ധ്യാനം രാത്രി ഒരു 9 മണിയോടെ തീരും. പക്ഷെ അതുവരെ വാഗമണ്ണിൽ ആ സമയത്ത് മഴയും മഞ്ഞും ഒക്കെ കൂടിയും വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നേ. അപ്പം ഞാൻ 6ാമത്തെ ദിവസം ചെരുപ്പ് ഊരിയിട്ടാണ്. അപ്പം എനിക്ക് തന്നെ തോന്നി വലിയ അനുഗ്രഹങ്ങൾ എന്നിലോട്ട് വന്നുണ്ട്. പക്ഷെ എനിക്ക് വേറെ മാതാവിനെ ഈശ്വരനെ ഒന്നും കാണാൻ പറ്റിയില്ല, എങ്കിലും വലിയ അനുഗ്രഹം എന്നിലോട്ട് വന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ചെരുപ്പ് ഊരിയിട്ട് ടൈൽസിൽ ഇങ്ങനെ നിന്നപ്പോൾ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് കാലാവസ്ഥ ശരിയല്ല, നിനക്ക് വയ്യാത്തതാണെന്ന് പറഞ്ഞു. അവന് സാരിയില്ല, നിന്ന് നോക്കട്ടെ എന്ന് തോന്നി. അങ്ങനെ ഞാൻ നിന്ന് എനിക്ക് തോന്നി എനിക്ക് എൻ്റെ അസുഖം എനിക്ക് സുഖപ്പെടുന്നുണ്ട്. ബ്രദറിൻ്റെ ഓരോ വചനത്തിലും എനിക്ക് സുഖപ്പെടണമെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ 7ാമത്തെ ദിവസം ബ്രദറെ എന്നെ പിടിച്ചപ്പോൾ അപ്പം സിസ്റ്റർമാർ എനിക്കൊന്ന് മുട്ടുകുത്തിയാൽ മതി, എനിക്കൊന്ന് നിലത്തിരുന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം കസേര ഇട്ടുന്നവർ എന്നോട് പറഞ്ഞു അവത്തിലേ വീഴാവുള്ളൂ, എന്ത് വന്നാലും അവത്തിലിരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് മുട്ടുകുത്തിയാൽ മതി, എനിക്ക് അതിലപ്പുറം ഒന്നും വേണ്ട, എനിക്ക് 2 കുഞ്ഞു പൈതങ്ങളാണ്. അപ്പം എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ വന്നപ്പോൾ അവർ പറഞ്ഞു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, നടക്കാനൊന്നും വയ്യ, ഇരിക്കാനും വയ്യ. അപ്പം അന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ബ്രദർ എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ എന്തോ ഒരു ശക്തി എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഈശോയുടെ എന്തോ ഒരു ശക്തി എന്നിലോട്ട് വന്നപ്പം ഞാനിപ്പോൾ തല ഇങ്ങോട്ട് മാറ്റാൻ നോക്കിയിട്ട് തല മാറ്റാൻ പറ്റില്ല. അപ്പം ഞാൻ ബ്രദറെ എനിക്കൊന്നും വേണ്ട, എനിക്കൊന്ന് ഇരുന്നാൽ മതി, എനിക്ക് ഒന്ന് മുട്ടുകുത്തി ഈശോയുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അതിന് ബ്രദർ എന്നെ പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ മുട്ടുകുത്തി ഒത്തിരി നേരം ഇനി മുട്ടുകുത്തി എഴുന്നേറ്റ് ഒരു 10-25 പ്രാവശ്യം ഞാൻ മുട്ടുകുത്തി. ജീവിതത്തിൽ ഞാൻ മുട്ടുകുത്തില്ല, എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പോലും വയ്യായിരുന്നു. ഞാൻ മുട്ടുകുത്തി ഞാൻ എല്ലാവരും മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന എനിക്ക് മുട്ടുകുത്താം, എനിക്ക് നിലത്തിരിക്കാം. എനിക്കിന്ന് ഞാൻ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തോ നിലത്തിരിക്കാം, കൈ പിടിക്കാതെ ഞാൻ മുട്ടുകുത്തുന്നത്. മുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെന്നെ കളിയാക്കുമായിരുന്നു. അപ്പം ഈ ധ്യാനത്തിലൂടെ എനിക്ക് വലിയ അനുഗ്രഹം കിട്ടി. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കുമെന്നോ ഹോസ്പിറ്റലിൽ പോയി ചീട്ടുകൾ ഒരാഴ്ചയ്ക്ക് 1 മാസത്തേക്ക് വിളിച്ചിട്ട് ഞാൻ മാറി എടുത്ത് ഇഞ്ചക്ഷൻ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് 4 മാസമായിട്ട് ബെൽറ്റ് ഇട്ടിട്ടില്ല, ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, ഗുളിക കഴിച്ചിട്ടില്ല, യാതൊരു സഖ്യമില്ല. ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്, വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്, സമയത്ത് എനിക്ക് പോകാൻ പറ്റും. ഈശോ ഈ ധ്യാനത്തിലൂടെ ഞാൻ വേറെ ഒന്നും പറയില്ല, ഞാൻ വേറെ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മുതലാളിയാണ് ഞങ്ങൾ ഈ ധ്യാനത്തിന് വിട്ട് ആ ചേട്ടനെ നന്ദി പറയുന്ന. ഈ ധ്യാനത്തിലൂടെ വലിയ അനുഭവം, ആര് കൂടാൻ പോയാലും അവർക്ക് വലിയ അനുഭവം കിട്ടുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുക. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത എൻ്റെ നടുവേദന മാറ്റിത്തന്ന ദൈവത്തിന് നന്ദി. പ്രത്യേകിച്ച് ടോം ബ്രദറിൻ്റെ വലിയ അനുഗ്രഹം, ഈശോ ടോം ബ്രദറിലൂടെ കൊടുത്ത വലിയ അനുഗ്രഹം എനിക്ക് അനുഗ്രഹമായി. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയൊരു കാരുണ്യം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ആ സഹോദരിയെ പ്രാർത്ഥിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഈ രോഗമുണ്ടെന്ന് എനിക്കറിയില്ല. രോഗശാന്തി പ്രാർത്ഥന നടന്ന സമയത്താണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് ഈ മകള് സ്പ്രിങ് പോലെ മുകളിലേക്കും താഴേക്കും ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ സംഭവിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇങ്ങനെ സ്പ്രിങ് വളയുന്ന പോലെ താഴേക്ക് ഇരിക്കുന്നു, മുകളിലേക്ക് പോകുന്നു, കർത്താനെ വിളിക്കുന്നുണ്ട്, കടന്നു വരും സഹോദരി. ഞാൻ പറഞ്ഞു ശരിയാണോ? ഇരിക്കുകയും നിൽക്കുകയുമാണ്. അപ്പോഴാണ് മനസ്സിലാകുന്ന നടുവിനാണ് പ്രശ്നം.
പിന്നെ മകള് 4 വശത്തേക്കും തിരിയുന്നു, ഇരിക്കുന്നു, ചാടുന്നു. നടുവിൽ കെട്ടിയിരുന്ന ബെൽറ്റ് അത് അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. ബെൽറ്റ് അഴിച്ചു മാറ്റി. ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ മകളായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അവിടെ കിടന്ന് ചാടി മറിഞ്ഞ് ഓടി കുറേ സമയം. അവസാന ശൈലി കൂടുന്ന കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം എത്ര മാസമായി? 5 മാസം. അതിനുശേഷം ഇപ്പം എങ്ങനെയുണ്ട്? കൈ ഉതിർ പുറകെ വെച്ചു. കർത്താവിൻ്റെ ഈ വചനം എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണം. യോഹന്നാൻ 10:10 വചനം എന്താ? അത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. ഈശോയുടെ പറയണം, കർത്താവേ അങ്ങനെ സമൃദ്ധമായ ജീവനെ നട്ടിൽ നിറയണം. ഒരിക്കലും ആ ജീവൻ നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങ് നൽകിയ ജീവൻ കൊണ്ട കർത്താവേ എനിക്ക് സൗഖ്യമുണ്ടായത്. അതുകൊണ്ട് എനിക്ക് സൗഖ്യം അത് പൂർണ്ണമായിട്ട് എന്നും എനിക്ക് വേണം കർത്താവേ. നിന്നെ സൗഖ്യപ്പെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവ് വീണ്ടും ഒരിക്കൽ കൂടി നിന്റെ മേൽ ഇറങ്ങി നിന്റെ ശരീരത്തിലെ ഓരോ നാഡി ഞരമ്പുകളിൽ, രക്തത്തുള്ളികളിൽ, അസ്ഥികളിൽ, മജ്ജയിൽ ഇറങ്ങി നിറയട്ടെ. ഒരിക്കലും ഈ രോഗം തിരിച്ചു വരാതിരിക്കത്തക്കവണ്ണം പരിപൂർണ്ണ വിടുതലും സൗഖ്യവും നിനക്ക് ലഭിക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ നട്ടലിലെ സകല കശേരുക്കളും പരിപൂർണമായി സ്വതന്ത്രമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വിടുതൽ സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം കർത്താവേ. മഹത്വം ഉണ്ടാകട്ടെ. ശക്തി ഇറങ്ങട്ടെ. സ്തോത്രം കർത്താവേ. കർത്താവിൻ്റെ ശക്തി കൊണ്ട് നിന്റെ ഓരോ സെല്ലുകളും നിറയട്ടെ. കർത്താവെ അത്ഭുതകരമായ സൗഖ്യം കൊടുത്തുകൊണ്ട് നട്ടലിനെ സൗഖ്യപ്പെടുത്തി വലിയ വിടുതൽ കൊടുത്ത കർത്താവെ, മരുന്നോ ലേപന ഔഷധമല്ല, എല്ലാവരും സുഖപ്പെടുത്തിയ അങ്ങയുടെ വചനമാണ്, അങ്ങയുടെ പരിശുദ്ധാത്മാവാണ് ഇവിടെ സുഖപ്പെടുത്തിയത്. എഴുന്നേൽക്കുക. കർത്താവെ സ്തുതിക്കുന്നത്, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ ഒരു കൂടി കൈ പറയി വെച്ചു. പരിപൂർണമായ സൗഖ്യം. ഒന്ന് കുനിയ സഹോദരി, കുനിഞ്ഞു. ഈശോയുടെ നാമത്തിൽ ഫ്രീ ആയിട്ട് കുനിഞ്ഞു. നിവരുക. ഓക്കെ, നമ്മുടെ കൂടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കർത്താവിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, സ്വതന്ത്രമായിട്ട് നിൽക്കുക. സ്വതന്ത്രമായിട്ട് നിന്നോ. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായ ദൈവത്തിൻ്റെ വചനത്താലാണ് സഹോദരി നിനക്ക് സൗഖ്യം കിട്ടിയത്. ഇതാ അവിടുത്തെ പരിശുദ്ധാത്മാവുകളുടെ വീണ്ടും അവിടുത്തെ ശക്തിയിലേക്ക് ഇറങ്ങി നിറയട്ടെ. May the Lord fill you with His power, with His Holy Spirit. Receive His power. Amen. നിന്റെ തലയൂട്ടി മുതലുള്ള കാല് വരെ നിറയട്ടെ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന്റെ അഭിഷേകം, വിടുതലിന്റെ അഭിഷേകം എല്ലാവരും ഇറങ്ങി വരട്ടെ. കർത്താവേ, യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളം സംഭവിക്കട്ടെ. റൂഹ റൂഹ റൂഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ രോഗമുള്ള ഭാഗത്ത് വീണ്ടും കൈവച്ച് പ്രാർത്ഥിക്കണം. ആരും ശ്രദ്ധിക്കരുത്. വിശ്വാസപൂർവ്വം നീ നിന്റെ രോഗത്തിൽ കൈവയ്ക്കുക. Be free and be healed. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, വചനം ഓർമ്മിക്കുക. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇതാ ഈശോ വീണ്ടും പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. എല്ലാവരും വലുതരം മാത്രം ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവ്, may hold your right hand. അവിടുന്ന് എൻ്റെ വലതുകരത്തിൽ പിടിക്കട്ടെ. കർത്താവിൻ്റെ കരം അവിടുത്തെ ശക്തിയുടെ മേൽ ഇറങ്ങി വരട്ടെ. ഇപ്പോൾ ഇതിന് ശരീരത്തിലെ രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കുമ്പോൾ രോഗസൗഖ്യത്തിൻ്റെ ശക്തി നിലയ്ക്ക് ഇറങ്ങി വന്ന് നിനക്ക് വിടുതൽ തരട്ടെ, നിനക്ക് ജീവൻ ഉണ്ടാകട്ടെ. ഇപ്പോൾ രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കുക. നിങ്ങൾ പറയണം, യേശുവേ, നീ വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ നൽകാനാണ്.
സമർത്ഥമായ ജീവൻ നൽകാൻ വേണ്ടി വന്ന ഈശോയുടെ നാമത്തിൽ എനിക്ക് ജീവൻ ഉണ്ടാകട്ടെ. രോഗമുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് പറ, ജീവൻ ഉണ്ടാകട്ടെ. നിങ്ങൾ പറ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. ഉറക്കെ വിളിച്ചു പറ, അധികാരം വിളിച്ചു പറ. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ വിളിച്ചു പറ, ഉറക്കെ വിളിച്ചു പറ. ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ സ്തോത്രം, മഹത്വം, 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 മഹത്വം. യേശുനാമത്തിൽ ശ്വാസകോശ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ശ്വാസകോശങ്ങൾ തുറക്കപ്പെടട്ടെ, ആസ്മ രോഗങ്ങൾ വിട്ടു മാറട്ടെ. യേശുനാമത്തിൽ ഹൃദ്രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, നെഞ്ചുവേദന വിട്ടു മാറട്ടെ, ഉദരരോഗങ്ങൾ വിട്ടു മാറട്ടെ, ആമാശയ രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള് യേശുനാമത്തിൽ വിട്ടു മാറട്ടെ. അവിടെ എല്ലാം ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. എല്ലാ ജോയിന്റ് പെയിനും വിട്ടുപോകട്ടെ, ആർത്തവ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തില്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ വാതരോഗം വിട്ടുപോകട്ടെ, വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാം ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഇറങ്ങി നിറയട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ തല മുതൽ ഉള്ളങ്കാരും എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ, തലവേദന വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ തലവേദന വിട്ടുപോ. ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് എവിടെയാണ് രോഗമുള്ളത് നിങ്ങൾ മനസ്സത്ത് ഓർത്തുണ്ട് അവിടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ പറയുക, യേശുനാമത്തിൽ ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറ. ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, മഹത്വം, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ തിന്മയും വിടുതറിയുന്നു യേശുനാമത്തിൽ. വിട്ടുമാറ്. കാൽമുട്ട് വേദന വിട്ടുമാറ്, കാല് മടക്കാനാവാത്ത അവസ്ഥകൾ വിട്ടുമാറ്. ഇവിടെ എല്ലാം സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ ഷോൾഡർ പെയിൻ വിട്ടുപോകട്ടെ, കയ്യിൽ പൊക്കാനാവാത്ത വേദന വിട്ടു മാറട്ടെ, തണ്ടൽ വേദന വിട്ടു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സ്പോണ്ടിലോസിസ് വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. മൈഗ്രെയിൻ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. കണ്ണിന് കാഴ്ചയുണ്ടാകട്ടെ യേശുനാമത്തിൽ. കാതിൽ കേൾവി ലഭിക്കട്ടെ. ദാവീദിന്റെ കെട്ടിൽ അടിയട്ടെ യേശുനാമത്തിൽ. സംസാരശേഷി ലഭിക്കട്ടെ. ശരീരത്തിന്റെ എല്ലാ തളർച്ചയും വിട്ടു മാറട്ടെ. ക്യാൻസർസിനെ ബന്ധി വിട്ടു പോകട്ടെ യേശുവിന്റെ നാമത്തില്. ട്യൂമർ വിട്ടു മാറട്ടെ യേശുവിന്റെ നാമത്തില്. രണ്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം, മഹത്വം. യേശുവേ നന്ദി, ആരാധന, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.